രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസത്തോടെ നീ ഉണരൂ, പ്രത്യാശയുള്ളിൽ നീ നിറയ്ക്കൂ. നമ്മെ രക്ഷിക്കാൻ കഴിയുന്നോനല്ലോ രക്ഷകനീശോനാഥൻ. സങ്കീർത്തനം 46:1. കർത്താവാണ് എൻ്റെ അഭയവും ശക്തിയും, അവിടുന്ന് എനിക്ക് സുനിശ്ചിതമായ തുണയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഹീലിംഗ് ടച്ച് തൻ്റെ കരം ഇന്ന് വിരിക്കുക ദൈവത്തിൻ്റെ ആത്മാവോട് ചേർത്ത് വെച്ചുകൊണ്ട് വളരെ സാധാരണമെന്ന് തോന്നുന്ന ഒരു അസാധാരണമായ പ്രശ്നത്തിലേക്കാണ്. അസ്ഥി സംബന്ധമായ രോഗങ്ങളിലേക്ക് ഹീലിംഗ് ടച്ച് ഇന്ന് കടന്നു പോവുകയാണ്. നട്ടെല്ലു വേദനകളും ഡിസ്കിന് പ്രൊലാപ്സുകളും കഴുത്തുമായി ബന്ധപ്പെട്ട് സ്പോണ്ടലൈറ്റിസ് പെയിനുകളും കടന്നു പോകുന്ന ഒത്തിരിയേറെ വ്യക്തിത്വങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് പ്രശ്നമെന്നറിയാതെ ഇതിനൊരു സൊല്യൂഷൻ ഇല്ലാതെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് തുണയാണ്. ഈ ഒരു മേഖലയിലേക്ക് ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മളെ നടത്തുകയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, നമ്മൾ ഈ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ അത് ചെറിയ വേദന തൊട്ട് വലിയ ബെഡ്രിഡനായ ഒരു വ്യക്തി വരെയാകാൻ നീ നമുക്കൊന്നേർന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കടന്നു വരാം. എല്ലാവരും തങ്ങളുടെ ശ്രദ്ധ ഈ TV സ്ക്രീനിലേക്ക് തിരിക്കുക. ഇനിയുള്ള സമയം കുടുംബമായി ദൈവത്തിന് മുമ്പിൽ ഇരിക്കാം. ദൈവം നമ്മളെ സ്പർശിക്കാൻ പോവുകയാണ്. സങ്കടങ്ങൾ ജീവിതത്തിൻ്റെ കയ്പുകളായി മാറുമ്പോൾ, രോഗങ്ങൾ നിന്റെ ഭാരമായി മാറുമ്പോൾ, ഏകാന്തത നിന്റെ കണ്ണുനീരാകുമ്പോൾ, ഓർക്കുക, നിന്റെ സങ്കടങ്ങളുടെ തുരുത്തിൽ നീ ഏകനല്ല. നിന്റെ ചാരെ ദൈവപുത്രനായ യേശു നിൽക്കുന്നു. അവൻ്റെ സൗഖ്യം നിന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നു. തുളയ്ക്കപ്പെട്ട അവൻ്റെ കരത്തിനാൽ ദൈവപുത്രൻ നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കുന്നു. നിന്റെ രോഗവും പ്രശ്നങ്ങളും ജീവിതത്തിൻ്റെ സംഘർഷങ്ങളും അവൻ്റെ കരത്തിനാലുള്ള സൗഖ്യത്താൽ സുഖമാക്കപ്പെടുന്നു. അവൻ്റെ നാമത്തിൽ, യേശു എന്ന നാമത്തിൽ നീ ആശ്വാസത്തിൻ്റെ തീരത്തിലേക്ക് ചേർക്കപ്പെടുന്നു. പ്രിയ ദൈവജനമേ, വളരെ നിസ്സാരമാണ് അസ്ഥികളുടെ നൊമ്പരമെന്ന് കരുതരുത്. ഈ ഒരു പ്രശ്നം വളരെയധികം വ്യക്തികളെ വ്യക്തിപരമായി തകർക്കുകയും തങ്ങളുടെ ജോലി മേഖലകളിലും തങ്ങളുടെ സാമ്പത്തിക മേഖലകളിലും ഒരു വലിയ നഷ്ടം നൽകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം, ബൈബിൾ ഇതിനെക്കുറിച്ച് എന്താണ് സംസാരിക്കുക? സങ്കീർത്തനം 38 6-7 വാക്യങ്ങൾ വളരെ ശക്തമായി ഈ മേഖലയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ കുനിഞ്ഞ് നിലം പറ്റി ദിവസം മുഴുവൻ ഞാൻ വിലപിച്ച് കഴിയുന്നു. അടുത്ത വചനം, എൻ്റെ അരക്കൂട് ജ്വരം കൊണ്ട് പൊള്ളുന്നു, എൻ്റെ അസ്ഥികളിൽ ആരോഗ്യമില്ല എന്ന് സങ്കീർത്തകൻ വിളിച്ചു പറയുന്നു. ശ്രദ്ധിക്കുക, കുനിഞ്ഞു നിലം പറ്റുന്നു, അസ്ഥികൾ ജ്വരം കൊണ്ട് പൊള്ളുന്നു, അരക്കൂടിലുണ്ടാകുന്ന ചൂട്, പനി പോലെ തോന്നുന്ന സാഹചര്യം, നടുവേദനകൾ, ഡിസ്കിന് പ്രൊലാപ്സുകൾ ഒക്കെ വ്യക്തമാക്കുകയാണ്. ദൈവത്തിന് പ്രിയപ്പെട്ടവനേ, എന്തുകൊണ്ടാകാം ഒരു വ്യക്തിയെ ഈ നടുവേദനകൾ,
അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, കഴുത്തുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ആക്രമിക്കുക. ജീവിതത്തിൻ്റെ കഠിന യാതനകളുടെ നടുവിൽ ആരോഗ്യപരമായ ഓവറായി യൂസ് ചെയ്യുന്ന അസ്ഥികൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളല്ല ഇവിടെ കൈകാര്യം ചെയ്യുക. പിന്നെയോ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ചിലപ്പോൾ നമ്മുടെ എക്സസൈസ് ഇല്ലാഴികകളും നമ്മുടെ പോസ്ചറുകൾ, നമ്മുടെ ഇരിപ്പിൻ്റെ ഘടനകൾ കൊണ്ടുണ്ടാകുന്ന വ്യത്യാസവും നമ്മളെ രോഗത്തിലേക്ക് നയിക്കാം. എന്നാൽ അതിനുപരിയായി നിരവധി വ്യക്തികളെ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ പ്രാർത്ഥനയിൽ നിൽക്കുന്ന വ്യക്തികൾ വരെ ഇതുപോലുള്ള പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നതായി കാണുവാൻ പറ്റും. കഴിഞ്ഞ നാളിൽ അഭിഷിക്തനായ ഒരു പുരോഹിതൻ തൻ്റെ ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങളുടെ നടുവിൽ കഠിനമായ ഒരു നടുവേദനയുമായി കടന്നു പോകുന്ന സാഹചര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത് വിശ്വാസത്തോടും ജീവിതത്തിലുണ്ടായ നിരാശയും, ജീവിതത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ അവഗണിക്കപ്പെടുന്നു എന്നറിഞ്ഞോ അറിയാതെയോ കടന്നു വന്നൊരു സാഹചര്യം ആ മകൻ്റെ ഡിസ്കിനെ, നട്ടലിനെ വല്ലാതെ വേദനിപ്പിക്കുകയും അത് രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഈ അഭിഷിക്തൻ ഈ സംഭവത്തെ പരിശുദ്ധമായ ദിവ്യകാരുണ്യത്തിലേക്ക് മാറ്റിയപ്പോൾ, ഇവയോടെല്ലാം ക്ഷമിച്ചപ്പോൾ വലിയ അനുഗ്രഹമാകുവാൻ ദൈവം ഇടവരുത്തി. അതുകൊണ്ട് തന്നെ അസ്ഥിയുടെ നൊമ്പരത്തിൻ്റെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുക അൺഫോർഗീവ്നെസ് ആണ്. കാരണം ക്ഷമിക്കാൻ പറ്റാതെ പോകുന്ന മുഹൂർത്തങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ്റെ അസ്ഥികളുടെ ബലത്തെ അത് ബാധിക്കും. കാരണം ഏതെങ്കിലും വ്യക്തികൾ നമ്മളെ തകർക്കുന്ന വാക്കുകളോ തള്ളിമാറ്റുന്ന വാക്കുകളോ നിരാശയോ നാശമോ ഉണ്ടെങ്കിൽ അത് ശരീരത്തിൻ്റെ ഹോർമോൺ സിസ്റ്റത്തെ ബാധിക്കുകയും അസ്ഥിയെ പൊടിക്കുന്നത് പോലുള്ള ചില കെമിക്കൽ ചേഞ്ചുകൾ ഉണ്ടാവുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ അസ്ഥിയുടെ ബലം കുറയുകയും അത് അസ്ഥി പൊടിയുന്നത് പോലെ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതായി കാണുവാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ക്ഷമ ആത്മീയ മേഖലകളിൽ വളരെ അത്യാവശ്യമാണ്. ഒരു വ്യക്തി നമ്മളെ തള്ളിമാറ്റാം, കുടുംബത്തിൽ നമ്മളെ തള്ളിമാറ്റാം, വിവാഹ ജീവിതത്തിൽ നമ്മളെ തള്ളിമാറ്റാം. അതുപോലെ സഹോദരങ്ങളിൽ നിന്ന് നമ്മൾക്ക് തള്ളപ്പെടലുണ്ടാകാം. തള്ളപ്പെടുന്നു എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നിരാശയും വിഷമത്തോടൊപ്പം ക്ഷമിക്കാൻ പറ്റാത്ത ചില മുഹൂർത്തങ്ങൾ കടന്നു വരും. അവരോട് തോന്നുന്ന ഒരു രോഷം, ആങ്കർ, ഇതെല്ലാം നമ്മളെ ഒരാത്മീയമായി നഷ്ടത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ എവിടെയാണ് ക്ഷമിക്കാൻ പറ്റാത്തതെന്ന് കണ്ടെത്തി ആ മേഖലകൾ കൊണ്ടു ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ ഈ ഒരു ദിവസം ദൈവം നിന്നെ സൗഖ്യപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ നാളിൽ ഒരു ചെറുപ്പക്കാരൻ നട്ടെല്ലു വേദനയുമായി ബെൽറ്റ് ഇട്ട് കടന്നു വരുമ്പോൾ അവനുണ്ടായ പ്രശ്നം വീഴ്ചയോ തടസ്സങ്ങളോ ഒന്നുമായിരുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായി ഒരു ദിവസം അവൻ എന്തോ ഒരു കാര്യം കണ്ടതുപോലെ ഭയമുണ്ടായി. ഏതോ ഒരു ഭയത്തിന് ശേഷം, അവൻ്റെ ജീവിതത്തിലെ ആ ഇൻസിഡൻറ്റിന് ശേഷം അവൻ വല്ലാതെ വിഷമിക്കുകയും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ നട്ടലിൽ ഡിസ്കിന് പ്രൊലാപ്സായി നട്ടലിൽ ബെൽറ്റ് ഇടേണ്ട സാഹചര്യത്തിലേക്ക് കടന്നു വന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട നടുക്കം, ഭയം, ഞെട്ടൽ ഒരു വ്യക്തിയുടെ നട്ടലിനെ, അസ്ഥിയെ ബാധിക്കും. ബൈബിൾ പറയുന്നു, ജോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യം, ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നു, ഞാൻ ഭയപ്പെട്ടതുപോലെ എനിക്ക് സംഭവിച്ചിരിക്കുന്നു, എൻ്റെ അസ്ഥികൾ ഉരുകുന്നു, എനിക്ക് വേദന എൻ്റെ ശരീരത്തിൽ കൂടുന്നു എന്ന് ജോബിൻ്റെ പുസ്തകം പറയുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഇതേപോലെ ഹബക്കൂക്ക് പ്രവാചകൻ 3-ാം അധ്യായം 16-ാം വാക്യം, ആ വചനം ഇങ്ങനെ പറയുന്നു, ഞാനൊരു സ്വരം കേട്ടു, എൻ്റെ അസ്ഥികൾ ഉരുകുന്നു, ചുണ്ടുകൾ വിറയ്ക്കുന്നു, എനിക്ക് ആരോഗ്യം നഷ്ടമാകുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഈ ഒരു വാക്കിൽ ഒരു വാക്യം കൂടെ കൂട്ടിച്ചേർക്കുന്നു, ഞാൻ കേട്ട സ്വരം
എൻ്റെ അസ്ഥികളിൽ നടുക്കമുണ്ടാക്കുന്നതായി ഈ 3-ാം അധ്യായം 16-ാം വാക്യം ഹബക്കൂക്ക് വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട നടുക്കം, ഭയം, കടന്നുവരുന്ന ഞെട്ടലുകൾ അസ്ഥിയിൽ വല്ലാതെ വേദന വരുത്തുന്നതായി കാണുവാൻ പറ്റും. കഴിഞ്ഞ നാളിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ടായ ശാരീരികമായ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, അവളുടെ ജീവിതത്തിൽ ദൈവം തുറന്നു വെച്ചത് അവളുടെ വിവാഹത്തിന് ശേഷം അവൾക്കുണ്ടായ ഭയത്തിൻ്റെ ആത്മാവ്. ഭർത്താവ് വളരെ സ്ട്രിക്റ്റായ പേഴ്സണാലിറ്റി, ഇവൾ ഭയപ്പെട്ടു തുടങ്ങി. ഇവൾ കുറച്ച് ഡിസോർഡറുള്ള പേഴ്സണാലിറ്റി, വളരെ ഓർഡറുള്ള പേഴ്സണാലിറ്റിയായ ഈ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ചില കുറ്റപ്പെടുത്തലുകൾ, ചില ഭയങ്ങൾ, ചില നടുക്കങ്ങൾ, കൊള്ളിയേല നിന്റെ ജീവിതം എന്നൊരു തോന്നൽ ഈ പെൺകുട്ടിയെ രോഗത്തിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഈ സംഭവം ഇവൾ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തപ്പോൾ അവൾ അവിടെ നിന്നുകൊണ്ട് ഉണരുവാൻ, ജീവിതത്തിൽ രോഗത്തിൽ ഒരു വിടുതൽ, വിമോചനം ഉണ്ടാകുവാനും സാധ്യതയുണ്ടായി. അതുകൊണ്ട് തന്നെ ഭയം, നടുക്കം, പ്രകമ്പനം കൊള്ളുന്ന അസ്ഥികളെ ദൈവത്തിന്റെ നാമത്തിൽ സ്വസ്ഥതയിൽ കൊണ്ടുവരികയും ഹോർമോൺ ലെവലിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ വളരെ വ്യക്തമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. 3, പാപം ഒരു വ്യക്തിയെ നശിപ്പിക്കും. സങ്കീർത്തനം 38:3, എൻ്റെ പാപങ്ങൾ നിമിത്തം എൻ്റെ അസ്ഥികളിൽ ബലമില്ലാതായി, ആരോഗ്യമില്ലാതായി. ബൈബിൾ പറയുന്നു, എൻ്റെ പാപങ്ങൾ നിമിത്തം എൻ്റെ അസ്ഥികളിൽ ബലമില്ലാതായി, ആരോഗ്യമില്ലാതായി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട വളരെ വ്യക്തമായി പറഞ്ഞാൽ പാപത്തിൻ്റെ മേഖലകൾ ഒരു വ്യക്തിയെ നാശത്തിലേക്ക് കൊണ്ടുപോകും. 2 പ്രധാനപ്പെട്ട സാഹചര്യങ്ങളാണ് ഇതിന് കാരണമാവുക. ഒന്ന്, ദൈവത്തോടുള്ള വിശ്വാസമില്ലാഴിക. സങ്കീർത്തനം 14, സങ്കീർത്തനം 53. ദൈവമില്ല എന്ന് മൂഢൻ ഹൃദയത്തിൽ പറയുന്നു, അവൻ മ്ലേച്ഛതയിൽ മുഴുകുന്നു എന്ന് ബൈബിള് പറയുന്നു. അവിശ്വാസം എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കാതെ പല സാഹചര്യങ്ങളിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, ചില ഏത്തിസംസ് അല്ലെങ്കിൽ ദൈവ വിളിക്ക് അപ്പുറമായി കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അതുമല്ലെങ്കിൽ സഭയ്ക്കെതിരെ, അഭിഷിക്തർക്കെതിരെ നമ്മുടെ നാവുകൾ അനക്കുമ്പോൾ ഇത് ശരീരത്തെ കാർന്നു തിന്നുന്ന ചില രോഗങ്ങൾക്ക് കാരണമായി മാറും. കാരണം സാത്താൻ ഇതിലൂടെ കടന്നു വരികയും ഈ ഡോർവേസ്, ഈ ഒരു വഴിയിലൂടെ നമ്മുടെ അസ്ഥികളെ നശിപ്പിക്കുകയും ചെയ്യാം. 2-ാമത്തെ മേഖല പാപത്തിൻ്റെ അവസ്ഥയിൽ നമ്മുടെ വിശുദ്ധിയുടെ മേഖലയാണ്. 1 കൊരിന്ത്യൻസ് 3:16, നീ ദൈവത്തിൻ്റെ ആലയം, ഈ ആലയത്തെ നീ നശിപ്പിച്ചാൽ നിന്നെയും ദൈവം നശിപ്പിക്കും. ദൈവത്തിന് പ്രിയപ്പെട്ട അഡൾട്ടറി വളരെ വ്യക്തമായി ഒരു വ്യക്തിയെ ഈ രോഗത്തിന് കാരണമാക്കും. അതുപോലെ മാസ്റ്റുബേഷൻ, സ്വയംഭോഗത്തിൻ്റെ, വ്യഭിചാരത്തിൻ്റെ, പോണോഗ്രാഫിയുടെ ആത്മാക്കൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ നടുവേദനയിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഡിസ്കിന് പ്രൊലാപ്സ് ഒന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഓർക്കുക, അസ്ഥിയെ നുറുക്കുന്ന ഒരു സംഭവമായി ഇത് മാറ്റാം. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പാപ സാഹചര്യങ്ങൾ ദൈവത്തിന് മുന്നിൽ വെറുത്തുപേക്ഷിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്താൽ ദൈവം നിന്നെ ഇന്ന് രക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരും. കഴിഞ്ഞ നാളിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്ന സംഭവം, അറിയാതെ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് അവനെ അസ്ഥി തളർത്തുന്ന രോഗത്തിലേക്ക് കൊണ്ടുപോയി. അതിന് കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുക, അവൻ്റെ ജീവിതത്തിൽ ഹിതമല്ലാത്ത, ദൈവത്തോട് ചേർന്ന് ആലോചന ചോദിക്കാത്ത ഒരു പെൺകുട്ടിയുമായുള്ള ബന്ധം അവൻ്റെ ജീവിതത്തിൽ നാശങ്ങളിലേക്ക് കൊണ്ടുപോയി. വളരെ ബലം പിടിച്ച ഈ ജീവിതചര്യ അവനെ രോഗത്തിലെത്തിക്കുവാൻ കാരണമാക്കി. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ന്യൂട്ടന്റെ 3rd ലോ വളരെ നിർണായകമാണ് ഈ ഒരു അവസരത്തിൽ. ഫോർ എവ്രി ആക്ഷൻ ദർ വിൽ ബി ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏത് പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പാപത്തെ, ക്ഷമ ചോദിക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങളെ, അശുദ്ധിയെ, നടുക്കത്തെ, ഭയത്തെ, നിരാശയെ
ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്താൽ ഇന്ന് ദൈവം നിന്നെ കൈപിടിച്ചുയർത്തുവാൻ കാരണമാക്കുന്ന സാഹചര്യമാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ തൻ്റെ മാതാപിതാക്കളിൽ ഒരു വ്യക്തിയോട് തോന്നിയ നിരസം 4 വർഷത്തോളം അവൻ മിണ്ടാതിരുന്നു. ഒരു ധ്യാനത്തിന് നടുവിൽ അവനെ കൂട്ടിമുട്ടുമ്പോൾ ഒരു സെക്കൻഡിൽ അവൻ കർത്താവിന് മുന്നിൽ പശ്ചാത്തപിച്ച് തൻ്റെ പിതാവിനോട് മാപ്പ് പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ആ സെക്കൻഡിൽ തന്നെ അവൻ്റെ നട്ടെല്ല് ദൈവം സൗഖ്യമാക്കി. നമ്മുടെ ജീവിതത്തിലും ഇന്ന് ഈ ഒരു മേഖല കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. ഈ സമയം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അപകടത്തിൽ വീണ, വണ്ടി ആക്സിഡന്റ് ഉണ്ടായ, അതുമല്ലെങ്കിൽ മരത്തിൽ നിന്ന് വീണ, കഠിനമായ ജോലി, ഓവർ റെസ്പോൺസിബിലിറ്റി കൊണ്ട് നടുവിനുണ്ടായ വേദനകൾ, കഴുത്തിനുണ്ടായ വേദനകൾ, അതുപോലെ കമ്പ്യൂട്ടർ ഫീൽഡിലോ ഒത്തിരിയേറെ പുസ്തകങ്ങളിലോ കണ്ണുവെക്കുന്ന പെടലിക്കുണ്ടാകുന്ന ഘടനയുടെ വൈരുദ്ധ്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വ്യക്തികളും കാണാം. അതോടൊപ്പം കാരണമില്ലാതെ ആക്രമിക്കുന്ന നടുവേദനകളുള്ള, അസ്ഥി നൊമ്പരങ്ങളുള്ള, കഴുത്തുവേദനകളുള്ള വ്യക്തികളും കാണാം. ഒരു സെക്കൻഡ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ ഒന്ന് വിട്ടുകൊടുക്കാം. കണ്ണുകൾ അടയ്ക്കാം. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാം. ഈ TV സ്ക്രീനിന് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മറ്റു ചിലരാകട്ടെ ബെഡ്രിഡനായി നടുവിൽ ബെൽറ്റിട്ട് അല്ലെങ്കിൽ വെയിറ്റിട്ട് കട്ടിലിൽ നിന്ന് പൊങ്ങാൻ പറ്റാതെ ആശുപത്രി കിടക്കകളിലോ സ്വന്തം വീടുകളിലോ ആകാം. നിങ്ങൾക്ക് ഇനി എഴുന്നേക്കാൻ പറ്റിയാലെന്ന് തോന്നുന്ന സാഹചര്യവുമാകാം. പക്ഷെ ഓർക്കുക, ഇതുപോലെ ഏതെങ്കിലും ഒരു സാഹചര്യമോ ഇതുപോലെ ഏതെങ്കിലും ഒരു സംഭവങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ മുന്നിൽ പശ്ചാത്തപിക്കുക. ക്ഷമിക്കാൻ പറ്റാത്തത്, പാപത്തിൻ്റെ മേഖലകൾ, ഏതെങ്കിലും നടുക്കങ്ങള്, ഭയത്തിൻ്റെ ആത്മാക്കള് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. മുറിവേറ്റ കൈകളാൽ കൃപയേകുമോ, കനിവിൻ തലോടലാൽ സുഖമാക്കുമോ, മുറിപ്പാടിൽ കണ്ടു നിൻ മുറിയാത്ത സ്നേഹം, മുറിവുണക്കിടുന്ന സ്നേഹം. മുറിവേറ്റ കൈകളാൽ കൃപയേകുമോ, കനിവിൻ തലോടലാൽ സുഖമാക്കുമോ, മുറിപ്പാടിൽ കണ്ടു നിൻ മുറിയാത്ത സ്നേഹം, മുറിവുണക്കിടുന്ന സ്നേഹം. വരമാക്കി നീ മരക്രൂശന്നാശതൻ ശിലയാക്കി നീ, തിരുത്തോളിൻ നോവുകൾ വരമാക്കി നീ മരക്രൂശന്നാശതൻ ശിലയാക്കി നീ, തിരുത്തോളിൽ കണ്ടു നിൻ തളരാത്ത സ്നേഹം, തളർന്നാൽ താങ്ങുന്ന സ്നേഹം, തിരുത്തോളിൽ കണ്ടു നിൻ തളരാത്ത സ്നേഹം, തളർന്നാൽ താങ്ങുന്ന സ്നേഹം. തിരുമുറിപ്പാടുകൾ ചുംബിച്ചിടുന്നു ക്രൂശിതനീശോയെ ആരാധിക്കുന്നു, തിരുമുറിപ്പാടുകൾ ചുംബിച്ചിടുന്നു ക്രൂശിതനീശോയെ ആരാധിക്കുന്നു, 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 കാരുണ്യനാഥനെ ആരാധിക്കുന്നു,
ഇതാ ദൈവപുത്രനായ യേശു നിന്റെ ജീവിതത്തെ സ്വന്തമാക്കുന്നു. ഇനിയും നീ നിരാശയിൽ ജീവിതം തള്ളി നീക്കരുത്. നിന്റെ ആകുലതകൾ യേശുവിൻ്റെ നാമത്തോട് ചേർത്തു വച്ചതിനാൽ അവിടുന്ന് നോക്കിക്കൊള്ളും. യേശു അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഇനിയും നീ വിലപിക്കരുത്. നിന്റെ തകർച്ചകളെ ഓർത്ത് കരയരുത്. ദൈവപുത്രനിൽ ആശ്രയം തേടിയ നീ നിരാശപ്പെടുകയില്ല. അവൻ വിശ്വസ്തനാണ്. അവൻ്റെ പിന്നാലെ പോയ ആരും ഇന്നോളം നിരാശപ്പെട്ടിട്ടില്ല. കരുണയുള്ള ദൈവം നമുക്കാശ്രയിക്കാനുള്ള സങ്കേതമാണ്, കോട്ടയാണ്. യേശു സകല ചോദ്യങ്ങൾക്കുമുള്ള ഏക ഉത്തരമാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ഈശോ നിന്നെ തൊട്ടുവെന്നത് ഒരു സത്യമാണ്. നിന്റെ രോഗത്തിൽ നിന്ന്, നിന്റെ ഈ വേദനയിൽ നിന്ന് ദൈവം നിനക്ക് ഇന്ന് വിമോചനമേകുകയാണ്. എഴുന്നേറ്റിരുന്ന് സങ്കീർത്തനം 18 കൈകളിലെടുക്കാം. 1, 2, 3 വാക്യങ്ങൾ. വചനം ഇങ്ങനെ പറയുന്നു: കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങാണെൻ്റെ രക്ഷാശലിയും കോട്ടയും വിമോചകനും, എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എൻ്റെ പരിചയും രക്ഷാ ശൃംഗവും അഭയകേന്ദ്രവും അങ്ങ് തന്നെ. 3-ാം വാക്യം: സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. അതെ, ദൈവം നമുക്ക് അഭയമാണ്, പാറയാണ്, കോട്ടയാണ്. ഇന്ന് ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുമെങ്കിൽ ദൈവം നമ്മെ ഈ മരണത്തിൽ നിന്ന്, ഈ ശത്രുവിൽ നിന്ന് രക്ഷിക്കും. ശാലോം, സമാധാനം. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നസറായനീശോ വരുന്നു, രക്ഷകനീശോ വരുന്നു. നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസത്തോടെ നീ ഉണരൂ, പ്രത്യാശയുള്ളിൽ നീ നിറയ്ക്കൂ. നമ്മെ രക്ഷിക്കാൻ കഴിയുന്നോനല്ലോ രക്ഷകനീശോ.